ഇപ്പോഴത്തെ ഓഡിയൻസ് പലിച്ച് വിളിക്കാറിയാം. നല്ല പടമാണ്. ക്രൈം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. കോമഡി, ആക്ഷൻ, സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. നമുക്ക് ഇപ്പോഴത്തെ ഓഡിയൻസ് പലിച്ച് മനസ്സിലാക്കി സിനിമ ചെയ്യുന്നു. ഡയറക്ടറിൽ പഠിക്കണം. നമുക്ക് ആരാടിയാണ്. പടം ഉഗ്രനാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. സുരേഷ് ഗോപിയായിട്ട് നല്ല നടനാണ്. ഗൂഗിള് വേഴ്സറ്റൈൽ ആക്ടറാണ്. അതിനൊപ്പം തന്നെ മമ്മൂക്ക അപ്ഡേറ്ററാണ്. ഇപ്പോഴത്തെ ഓഡിയൻസിനെ പലിച്ച് വിളിക്കാനായിട്ട് അറിയാം. ഇങ്ങനത്തെ ഫിലിംസാണ് വേണ്ടത്. ഇങ്ങനത്തെ ഫിലിംസ് തന്നെ ഓടുന്നു. ലാലേട്ടറിൽ പഠിക്കാനുണ്ട്. തുടരും പടം എങ്ങനെ വരുമെന്ന് അറിയില്ല. ഇങ്ങനത്തെ പടങ്ങളാണ് വേണ്ടത്. ഇതാണ് ഈ കാലത്ത് പറ്റിയിട്ട്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ കോമഡി, മമ്മൂക്ക് കോമഡി പറ്റാണ്ട് പറയും. ലാൻജിനും ചെയ്താണ്, ഇതും ചെയ്തു. ആക്ഷൻ തന്നെ ചെയ്തു. സെന്റിമെന്റ്സ് എല്ലാം കൊണ്ട് നല്ലൊരു ഫിലിം. നല്ല എൻ്റർടൈനറാണ്. ക്ലൈമാക്സ് നല്ല ട്വിസ്റ്റെല്ലാം ഉണ്ട്. എല്ലാം കൊണ്ട് നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് എന്നാൽ വെറൈറ്റിയാണ്. അതുവരെ കാണാത്ത ജോണറാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു പോകണം. വെറൈറ്റി പടം കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ഇൻവെസ്റ്റിഗേഷൻ പിന്നെ അങ്ങനത്തെ ഒരു പക്ക പടം. മറ്റേ മമ്മൂക്കാരുടെ ഫൈറ്റിങ്, ഡാൻസ്, നമ്മളെ ഷൈലോക്ക്, അതുപോലെ ബിഗ് ബി, അതുപോലെ നല്ല ഇത് അതും കാട്ടി ഒരു ത്രില്ലർ, ഒരു മൂഡ് പടം. നമ്മളെ മനസ്സിരിച്ചതായ പോലത്തെ ചെറിയ സാധനം ഉണ്ട് ഒരു പെണ്ണിൻ്റെ. അത് പെണ്ണല്ല, ആണ് പെണ്ണായതാ. അങ്ങനത്തെ ചെറിയൊരു കോമഡി, മമ്മൂക്കാരുടെ തമാശയൊക്കെ ഉണ്ട്. പക്ഷെ അത് കണ്ടിരിക്കാം. കുറച്ച് നീണ്ട വലിവുണ്ട്, എന്നാലും കുഴപ്പമില്ല. നല്ല വെറൈറ്റി പടം. ഡാൻസ് മമ്മൂട്ടി സ്റ്റെപ്പ് ഇട്ടതല്ലേ, നമുക്ക് നല്ല സ്റ്റെപ്പല്ലേ, കുഴപ്പമില്ല. നല്ല മൂഡ് പടം. ഇപ്രാവശ്യം ഈ പടം തൂക്കും. എനിക്ക് ഇഷ്ടമായി. ഇനി ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും അറിയില്ല, കാരണം ഇതൊരു വെറൈറ്റി പടമല്ലേ. നിങ്ങൾ കാണ്, നിങ്ങൾ നല്ല തോന്നപ്പോ കുഴപ്പമൊന്നുമില്ല. കാരണം ഒരു വെറൈറ്റി പടമല്ലേ. നമുക്കറിയാം, ഞാൻ കുറെ പടം കണ്ടിട്ടുണ്ട്. ബിഗ് ബി കണ്ടിട്ടുണ്ട്. അതൊന്നല്ല, ഇത് വേറെ ലെവൽ. ഗൗതം വാസുദേവ് മേനോൻ എന്ന് പറയുന്ന തമിഴ് സംവിധായകന്റെ മലയാള ചിത്ര അരങ്ങേറ്റം തീർച്ചയായിട്ടും മമ്മൂക്ക എന്ന മഹാനടന്റെ പകർനാട്ടവും കൂടി ചേർന്നപ്പോൾ തിയേറ്ററിൽ നല്ലൊരു എനർജി തന്നെയാണ് കിട്ടിയത്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ സാധാരണ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിൽ നിന്നും ഒരു കോമഡിയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വെറൈറ്റി രീതിയിൽ തന്നെ പറഞ്ഞ ഒരു സബ്ജക്റ്റ് തന്നെയായിരുന്നു. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഗോകുൽസിലേക്ക് ആയാലും സിദ്ദിഖ് ആയാലും പിന്നെ അതേപോലെ തന്നെ നായിക നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കുടുംബവുമൊത്ത് കാണാൻ പറ്റിയ ഒരു നല്ല ചിത്രം തന്നെയാണ് ഡൊമിനിക്. അപ്പോൾ എല്ലാവരും ഡൊമിനിക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ നിങ്ങൾക്ക് കണ്ടാസ്വദിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ്. ഗംഭീരത്തിന് നമുക്ക് ഈ പ്രായത്തിൽ ഗംഭീരമായിട്ട് അഭിനയിച്ചാൽ ഫൈറ്റ് ഗംഭീര, അതൊക്കെ സൂപ്പർ റിയലിസ്റ്റിക് ഫൈറ്റ് എന്ന് പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ നമ്മള് ഓരോ രംഗത്ത് ത്രില്ലടിച്ചാണ്. അതൊന്നും കേട്ടോ, ഇത് ട്വിസ്റ്റാണ് പടം. അതാണ് പടത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയാം. ആരുണ്ടല്ലോ നിറഞ്ഞാടിക്കുക. ഗൗതം സാറിന്റെ ഒരു നല്ലൊരു സിനിമയാണ്. ഇവരെ കണ്ടു കഴിഞ്ഞാൽ 60 വയസ്സ് തോന്നും. മമ്മൂക്കാരെ കണ്ട് 20 വയസ്സ് തോന്നുള്ളൂ. എന്നെ കണ്ട 60 വയസ്സ്. എന്തായാലും നല്ലൊരു സിനിമ കേട്ടോ. എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടാണ്. ഗോകുലാണെങ്കിലും മമ്മൂക്കോടൊപ്പം തന്നെ തകർത്താടി. പിന്നെ ഗൗതം സാറിന്റെ ഒരു മികവുറ്റ സിനിമ, സസ്പെൻസ് ത്രില്ലറാണ്. എല്ലാവരും കാണും. എല്ലാ രീതിയിലും അടിപൊളി വേറെ ലെവലാണ് പടം. അടിപൊളി സിനിമ. കാരണം ഇതൊരു ട്വിസ്റ്റാണ് പടം. ഏറ്റവും വലിയ ഹൈലൈറ്റ് ട്വിസ്റ്റ് ഇതാണ്. ആ ട്വിസ്റ്റിന്റെ